ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. ഏലക്കാടിൻ സുഗന്ധം തേയില തളിർക്കും വസന്തം അരുവികൾ പാടുന്നു ഹൈറേഞ്ചിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നതെങ്ങനെ? സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ശ്രീ സുകുമാർ അരീക്കുഴ എഴുതി അവതരിപ്പിച്ച കാപ്സ്യൂൾ കവിതകളും നീതു പോൾസൺ അവതരിപ്പിച്ച കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ശ്രീ സുകുമാർ അരീക്കുഴ അവതരിപ്പിച്ച കാപ്സ്യൂൾ കവിതകൾ. കടുകും കടലും. അറിഞ്ഞതാകെ കടുകോളം, അറിയാനുള്ളത് കടലോളം. അറിഞ്ഞതാകെ കടുകോളം, അറിയാനുള്ളത് കടലോളം. ഭിക്ഷ. ആരുടെയും ഭിക്ഷയല്ല ആരുടെയും ജീവിതം, ഇതു തിരിച്ചറിയണം ദളിതരെല്ലാം. വായനാശീലമില്ലായ്കയാണ് അവരുടെ ദളിതവസ്ഥയ്ക്കുള്ള മുഖ്യഹേതു. ആരുടെയും ഭിക്ഷയല്ല ആരുടെയും ജീവിതം, ഇതു തിരിച്ചറിയണം ദളിതരെല്ലാം. വായനാശീലമില്ലായ്കയാണ് അവരുടെ ദളിതവസ്ഥയ്ക്കുള്ള മുഖ്യഹേതു. കണ്ടറിഞ്ഞ് ജീവിതം. ഒന്നുമീ നമ്മുടെ കയ്യിലല്ലെന്നുള്ള ബോധ്യം നമുക്കു ശരിക്കു വന്നാൽ, നല്ല തിരിച്ചറിവാണതെന്നുള്ളത് കണ്ടറിഞ്ഞിട്ടങ്ങു ജീവിച്ചിടാം. ഒന്നുമീ നമ്മുടെ കയ്യിലല്ലെന്നുള്ള ബോധ്യം നമുക്കു ശരിക്കു വന്നാൽ, നല്ല തിരിച്ചറിവാണതെന്നുള്ളത് കണ്ടറിഞ്ഞിട്ടങ്ങു ജീവിച്ചിടാം. സംതൃപ്തി. ആയിരിക്കും അവസ്ഥയിൽ നമ്മൾക്കുള്ളത് കൊണ്ടൊരു സംതൃപ്തി. ആനന്ദിക്കാൻ ആഹ്ലാദിക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ല. ആയിരിക്കും അവസ്ഥയിൽ നമ്മൾക്കുള്ളത് കൊണ്ടൊരു സംതൃപ്തി. ആനന്ദിക്കാൻ ആഹ്ലാദിക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ല. അധ്യാപകൻ. കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് ആരേലും അധ്യാപകരായി തീരുന്നുണ്ടോ? കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് ആരേലും അധ്യാപകരായി തീരുന്നുണ്ടോ? അറിവാളി. താനൊരറിവാളി എന്നുള്ള തോന്നൽ ഒരുവനിൽ വന്നാൽ പിന്നില്ല രക്ഷ. താനൊരറിവാളി എന്നുള്ള തോന്നൽ ഒരുവനിൽ വന്നാൽ പിന്നില്ല രക്ഷ. മുട്ടുവേദന. പട്ടി കടിക്കാൻ ഓടിവരുമ്പോൾ മുട്ടിന് വേദന പമ്പ കടക്കും. പട്ടി കടിക്കാൻ ഓടിവരുമ്പോൾ മുട്ടിന് വേദന പമ്പ കടക്കും. ഗുണം. സമചിത്തതയാണേതൊരുവനുമേ കരഗതമാക്കേണ്ടുന്ന ഗുണം. തുള്ളാ തളരാ മനസ്സാണല്ലോ നമ്മൾക്കെന്നും മുന്നേറാൻ. സമചിത്തതയാണേതൊരുവനുമേ കരഗതമാക്കേണ്ടുന്ന ഗുണം. തുള്ളാ തളരാ മനസ്സാണല്ലോ നമ്മൾക്കെന്നും മുന്നേറാൻ. കതിർമണികൾ. നാട്ടിൻപുറ പഴമൊഴികൾ നല്ലറിവിൻ കതിർമണികൾ. നാട്ടിൻപുറ പഴമൊഴികൾ നല്ലറിവിൻ കതിർമണികൾ. നല്ലറിവ്. അറിവെപ്പോഴും അപൂർണം തന്നെന്നറിയുന്നതുമൊരു നല്ലറിവ്. ഒന്ന് തലോടിയാൽ എത്തിടുന്നു ഗൂഗിളാം ദൈവമെൻ കൈവെള്ളയിൽ. അറിവെപ്പോഴും അപൂർണം തന്നെന്നറിയുന്നതുമൊരു നല്ലറിവ്. ഒന്ന് തലോടിയാൽ എത്തിടുന്നു ഗൂഗിളാം ദൈവമെൻ കൈവെള്ളയിൽ. ചുരുക്കം പേർ. വാക്കും പ്രവൃത്തിയും പൊരുത്തം വരുത്തി പാരിൽ ജീവിച്ച നേതാക്കൾ ചുരുക്കം. വാക്കും പ്രവൃത്തിയും പൊരുത്തം വരുത്തി പാരിൽ ജീവിച്ച നേതാക്കൾ ചുരുക്കം. മികവ്. പച്ച. താൻ പഠിക്കേണ്ടത് കണ്ടെത്തണം, എന്നിട്ടാ റൂട്ടിൽ നടന്നിടണം. മികവു നേടാനിതു നല്ലതാണ്, ജീവിതം പച്ച പിടിപ്പിച്ചിടാം. താൻ പഠിക്കേണ്ടത് കണ്ടെത്തണം, എന്നിട്ടാ റൂട്ടിൽ നടന്നിടണം. മികവു നേടാനിതു നല്ലതാണ്, ജീവിതം പച്ച പിടിപ്പിച്ചിടാം. മുത്തശ്ശിക്കഥ. കൊച്ചുമക്കളെ ചേർത്തിരുത്തി കഥകൾ ചൊല്ലുന്ന മുത്തശ്ശി. എങ്ങുപോയെന്നറിഞ്ഞിടാൻ പാഴൂർപ്പടിയിൽ പോകണം. കൊച്ചുമക്കളെ ചേർത്തിരുത്തി കഥകൾ ചൊല്ലുന്ന മുത്തശ്ശി.
എങ്ങുപോയെന്നറിഞ്ഞിടാൻ പാഴൂർപ്പടിയിൽ പോകണം. തുമ്പി തുമ്പ. തുമ്പികൾ കൊച്ചു ഹെലികോപ്റ്റർ, തുമ്പയിലല്ലേ ലാൻഡിങ്. തുമ്പികൾ കൊച്ചു ഹെലികോപ്റ്റർ, തുമ്പയിലല്ലേ ലാൻഡിങ്. ശരിയേത്? ഗംഗയിൽ മുങ്ങിയാൽ മോക്ഷം, യമുനയിൽ മുങ്ങിയാൽ മോക്ഷം, ആത്മാവിൽ മുങ്ങിയാൽ മോക്ഷം. ഏതാണ് ശരിയെന്നെനിക്ക് പിടികിട്ടുന്നില്ല ഭഗവാനെ. ഗംഗയിൽ മുങ്ങിയാൽ മോക്ഷം, യമുനയിൽ മുങ്ങിയാൽ മോക്ഷം, ആത്മാവിൽ മുങ്ങിയാൽ മോക്ഷം. ഏതാണ് ശരിയെന്നെനിക്ക് പിടികിട്ടുന്നില്ല ഭഗവാനെ. യാത്രക്കാർ. കുതിരയൊന്നേയുള്ളൂ, യാത്രികർ രണ്ടെങ്കിൽ അതിലൊരാൾ പിന്നിലിരിക്കാതെ പറ്റുമോ? കുതിരയൊന്നേയുള്ളൂ, യാത്രികർ രണ്ടെങ്കിൽ അതിലൊരാൾ പിന്നിലിരിക്കാതെ പറ്റുമോ? വേലി ചാടാ. അമ്മ വേലി ചാടിടിൽ മകളു മതിലു ചാടിടും, മകളു മതിലു ചാടിടാതെ അമ്മയൊന്ന് നോക്കണം. അമ്മ വേലി ചാടിടിൽ മകളു മതിലു ചാടിടും, മകളു മതിലു ചാടിടാതെ അമ്മയൊന്ന് നോക്കണം. പ്രണയിയോട്. എന്നുടെ വയറിൻ നല്ല ഇളക്കം, നിന്നുടെ അവിയല് തന്നൻ പ്രണയി. അതുകൊണ്ടൊന്നിടവിട്ട ദിനങ്ങൾ അവിയലു വെച്ചാഘോഷിച്ചിടാം. എന്നുടെ വയറിൻ നല്ല ഇളക്കം, നിന്നുടെ അവിയലു തന്നൻ പ്രണയി. അതുകൊണ്ടൊന്നിടവിട്ട ദിനങ്ങൾ അവിയലു വെച്ചാഘോഷിച്ചിടാം. കുറവ്. നീതിക്കായി ദാഹിക്കും കവികളിന്ന് വല്ലാതെ അങ്ങ് കുറഞ്ഞുപോയി. അതുകൊണ്ട് നീതിയെ വ്യഭിചരിച്ച് ഭരണാധികാരികൾ വിലസിടുന്നു. നീതിക്കായി ദാഹിക്കും കവികളിന്ന് വല്ലാതെ അങ്ങ് കുറഞ്ഞുപോയി. അതുകൊണ്ട് നീതിയെ വ്യഭിചരിച്ച് ഭരണാധികാരികൾ വിലസിടുന്നു. ചോർച്ച. മനുഷ്യത നമ്മിൽ നിന്നൂർന്നൂർന്നു പോകുന്നു, അതിനൊരു ചിറ കെട്ടാൻ എന്താ വഴി. മനുഷ്യത നമ്മിൽ നിന്നൂർന്നൂർന്നു പോകുന്നു, അതിനൊരു ചിറ കെട്ടാൻ എന്താ വഴി. വാക്ക് അടി. വാക്കിനെ നമ്മൾ സൂക്ഷിക്കണം, ചെകിടറിയാതടി കിട്ടിടാതെ. വാക്കിനെ നമ്മൾ സൂക്ഷിക്കണം, ചെകിടറിയാതടി കിട്ടിടാതെ. നിർത്താലറിയാത്തവർ. തുടങ്ങാനല്ലാതെ പ്രഭാഷണം നിർത്താൻ അറിയില്ല ചിലർക്കെന്തോന്ന് ചെയ്തിടും. തുടങ്ങാനല്ലാതെ പ്രഭാഷണം നിർത്താൻ അറിയില്ല ചിലർക്കെന്തോന്ന് ചെയ്തിടും. കുറ്റം പറയാ. നിന്റെ കുറ്റങ്ങൾ തീർന്നതാണോ നീ സ്വന്തമായിട്ട് ചിന്തിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്കുള്ള കുറ്റം കണ്ടവരോട് പറഞ്ഞിടുക. നിന്റെ കുറ്റങ്ങൾ തീർന്നതാണോ നീ സ്വന്തമായിട്ട് ചിന്തിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്കുള്ള കുറ്റം കണ്ടവരോട് പറഞ്ഞിടുക. മാലിന്യം. മനസ്സ്. മലമാലിന്യം കഴുകിക്കളയാം, മനമാലിന്യം കഴുകിൽ പോകാ. മലമാലിന്യം കഴുകിക്കളയാം, മനമാലിന്യം കഴുകിൽ പോകാ. ഉച്ചം നീചം. ജാതിയിലെ ഉച്ചനീച തട്ടുകൾ തകർത്തിടാതെ മതേതരം വിളമ്പിയിട്ട് കാര്യമെന്താണ്. ജാതിയിലെ ഉച്ചനീച തട്ടുകൾ തകർത്തിടാതെ മതേതരം വിളമ്പിയിട്ട് കാര്യമെന്താണ്. നാവും പല്ലും. വായിലെ നാവിനെ നിയന്ത്രിച്ചതില്ലെങ്കിൽ വല്ലതും തിന്നുന്ന പല്ല് പോയിടുമേ. വായിലെ നാവിനെ നിയന്ത്രിച്ചതില്ലെങ്കിൽ വല്ലതും തിന്നുന്ന പല്ല് പോയിടുമേ. കഴുതകൾ. കഴുതകൾ കഴുതകൾ ചാവാലിക്കഴുതകൾ ആണല്ലോ നാട്ടിൽ ഭൂരിപക്ഷം. അവരുടെ ഓട്ടിനാൽ മേൽത്തരം കഴുതകൾ സുഖമായി കഴിയുന്നു ഭംഗിയോടെ. കഴുതകൾ കഴുതകൾ ചാവാലിക്കഴുതകൾ ആണല്ലോ നാട്ടിൽ ഭൂരിപക്ഷം. അവരുടെ ഓട്ടിനാൽ മേൽത്തരം കഴുതകൾ സുഖമായി കഴിയുന്നു ഭംഗിയോടെ. അറ്റാക്ക്. നെഞ്ചിലിടിച്ചാൽ ഒരുവൻ ചാകും, അറ്റാക്കുള്ളോൻ രക്ഷപ്പെടും. നെഞ്ചിലിടിച്ചാൽ ഒരുവൻ ചാകും, അറ്റാക്കുള്ളോൻ രക്ഷപ്പെടും. 1. ഇപ്രപഞ്ചം ഒന്നു മാത്രം, അതിനൊരൊറ്റ ദൈവവും മാത്രമേ നമുക്ക് വേണ്ടൂ എന്ന സത്യമറിയണം. ഇപ്രപഞ്ചം ഒന്നു മാത്രം, അതിനൊരൊറ്റ ദൈവവും മാത്രമേ നമുക്ക് വേണ്ടുവെന്ന സത്യമറിയണം. ന്യായം. പണം. പണമാണ് ന്യായത്തിൻ്റെ അധിപനെന്നാകുമ്പോൾ കോടതിക്കെന്ത് പ്രസക്തി പിന്നെ. പണമാണ് ന്യായത്തിൻ്റെ അധിപനെന്നാകുമ്പോൾ കോടതിക്കെന്ത് പ്രസക്തി പിന്നെ. സ്വർഗ ലിസ്റ്റ്. എത്ര ആളെത്തി മോക്ഷത്തിൽ ഇന്നേ വരെയില്ലൊരു ലിസ്റ്റ്. എന്നിട്ടും വിട്ടികളെ
സ്വർഗം സ്വപ്നം കാണുന്നു. എത്ര ആളെത്തി മോക്ഷത്തിൽ ഇന്നേ വരെയില്ലൊരു ലിസ്റ്റ്. എന്നിട്ടും ഹാ വിഡ്ഢികളെ, സ്വർഗം സ്വപ്നം കാണുന്നു. ഉപദേശം വെറുപ്പ്. മക്കൾക്ക് സാരോപദേശങ്ങൾ നൽകിയിട്ട് അവരിൽ നിന്നേറ്റം വെറുപ്പേറ്റുവാങ്ങും വൃദ്ധരാണിന്നും കുടുംബത്തിലേറെയും എന്നുള്ള കാര്യം മറക്കാതിരിക്കാം. മക്കൾക്ക് സാരോപദേശങ്ങൾ നൽകിയിട്ട് അവരിൽ നിന്നേറ്റം വെറുപ്പേറ്റുവാങ്ങും വൃദ്ധരാണിന്നും കുടുംബത്തിലേറെയും എന്നുള്ള കാര്യം മറക്കാതിരിക്കാം. മാനുഷരെല്ലാം നന്നായിടാനൊരു മതമല്ലേ വേണ്ടു നമുക്ക് എന്നുര ചെയ്തൊരു ഗുരുവിനെ എത്രാൾ നെഞ്ചിനകത്തുൾക്കൊണ്ടെന്നോർക്കാം. മാനുഷരെല്ലാം നന്നായിടാനൊരു മതമല്ലേ വേണ്ടു നമുക്ക് എന്നുര ചെയ്തൊരു ഗുരുവിനെ എത്രാൾ നെഞ്ചിനകത്തുൾക്കൊണ്ടെന്നോർക്കാം. കാരുണ്യം വെറുപ്പ്. മതബോധനക്കാർ കാരുണ്യമാണോ കാലുഷ്യമാണോ കൃഷി ചെയ്തിടുന്നു. മതബോധനക്കാർ കാരുണ്യമാണോ കാലുഷ്യമാണോ കൃഷി ചെയ്തിടുന്നു. കൈലാസം നന്നാവാൻ ഉപവാസം നോക്കുന്ന ഭക്തരുണ്ടാകുമോ ഭൂതലത്തിൽ. സ്വാർത്ഥ നേട്ടത്തിനല്ലാതെ കണ്ടമ്പലവാതിൽ കടക്കുന്നൂരുണ്ടോ പാരിൽ. നാട്ടാരെ നന്നാക്കിടാനൊരു മന്ത്രിയെ നാട്ടിലെങ്ങാനും ലഭിച്ചിടുമോ. കൈലാസം നന്നാവാൻ ഉപവാസം നോക്കുന്ന ഭക്തരുണ്ടാകുമോ ഭൂതലത്തിൽ. സ്വാർത്ഥ നേട്ടത്തിനല്ലാതെ കണ്ടമ്പലവാതിൽ കടക്കുന്നോരുണ്ടോ പാരിൽ. നാട്ടാരെ നന്നാക്കിടാനൊരു മന്ത്രിയെ നാട്ടിലെങ്ങാനും ലഭിച്ചിടുമോ. പറ്റിപ്പ്. ആരുമേ പോയതില്ലാരുമേ കണ്ടതില്ലാരുമേ ഒട്ടുമറിഞ്ഞതില്ല. പോയ ജന്മങ്ങളിൽ ആരായിരുന്നെന്ന് ഒരുപോരാരെയും കണ്ടതില്ല. കാണുവാൻ അറിയുവാനാവാത്ത കാര്യത്തെ ഉണ്ടെന്നൂതി ചിലർ പറ്റിക്കുന്നു. എത്ര നൂറ്റാണ്ടായി പറ്റിപ്പ് തുടരുന്നു. എന്തൊരു കഷ്ടമെൻ തമ്പുരാനെ. ആർക്കും അറിയാത്ത കർമ്മദോഷം ചൊല്ലി സാധുക്കളായോരെ പറ്റിക്കുന്നു. ആരുമേ പോയതില്ലാരുമേ കണ്ടതില്ലാരുമേ ഒട്ടുമറിഞ്ഞതില്ല. പോയ ജന്മങ്ങളിൽ ആരായിരുന്നെന്ന് ഒരുപോരാരെയും കണ്ടതില്ല. കാണുവാൻ അറിയുവാനാവാത്ത കാര്യത്തെ ഉണ്ടെന്നോതി ചിലർ പറ്റിക്കുന്നു. എത്ര നൂറ്റാണ്ടായി പറ്റിപ്പു തുടരുന്നു. എന്തൊരു കഷ്ടമെൻ തമ്പുരാനെ. ആർക്കും അറിയാത്ത കർമ്മദോഷം ചൊല്ലി സാധുക്കളായോരെ പറ്റിക്കുന്നു. ധാർമ്മികർ. അധർമ്മമെന്തെന്നറിയാമെങ്കിലും അത് വ്രതമാക്കിയ മർത്യരു പെരുകി. അധർമ്മമെന്തെന്നറിയാമെങ്കിലും അത് വ്രതമാക്കിയ മർത്യരു പെരുകി. ശ്രീ സുകുമാർ അരീക്കുഴ അവതരിപ്പിച്ച ക്യാപ്സ്യൂൾ കവിതകൾ കേട്ടല്ലോ. ഇനി നീതു പോൾസൺ അവതരിപ്പിച്ച ജലയുദ്ധം എന്ന കഥ കേൾക്കാം. വെള്ളമില്ലായ്മയുടെ 4ാമത്തെ ദിവസമായിരുന്നത്. കഴുകിക്കമിഴ്ത്തിയ വെള്ളിപ്പാത്രം കണക്കെ ഭൂമി ഉച്ചവെയിലിട്ട് തിളങ്ങി. തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കി ഹന്ന ആരോടൊന്നില്ലാതെ പറഞ്ഞു, ഈശോയെ, ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ. വാടിത്തുടങ്ങിയ ഇലയുടെ തുമ്പിൽ തൊട്ടു നിൽക്കുമ്പോൾ പിറകിൽ സാറയുടെ വിളിയെത്തി. ഹന്ന, നീ ചോറുണ്ണുന്നില്ലേ? പപ്പ ഹോട്ടലിൽ നിന്നും ചോറ് വാങ്ങിക്കൊണ്ടു വന്നിട്ട് എത്ര നേരമായി? ഹന്ന സാറയുടെ നീല നൈറ്റിയിലേക്കും വേനലുറങ്ങുന്ന മുഖത്തേക്കും നോക്കി ചോദിച്ചു. മമ്മി, ഇന്നും വെള്ളം വന്നില്ല അല്ലേ? തോളിൽ കിടന്ന തുവർത്തെടുത്ത് സാറ മുഖമാകെ തുടച്ചുകൊണ്ട് പറഞ്ഞു. ആവോ, എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ദിവസം എത്രയായി? കുടിവെള്ളമില്ലാതെ മനുഷ്യർ നെട്ടോട്ട് ഓടുന്നത്. പാത്രവും തുണിയും ഒക്കെ കഴുകാൻ കിടക്കുന്നു. ബാത്റൂമിൽ പോകാൻ പോലും വെള്ളമില്ല. നീ ഏതായാലും പോയി ചോറുണ്ണ്. നാളെയും ഇനി ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് ആർക്കറിയാം. ഒന്നാമത് 10ാം ക്ലാസ്സും. ഹന്ന നീളൻ മുറിയുടെ മധ്യയിട്ടിരിക്കുന്ന മേശയിൽ വെച്ച ഭക്ഷണപ്പൊതികൾ തുറന്നു നോക്കി. പണ്ടൊരു ഹോട്ടലിൽ നിന്നും മസാലദോശ വാങ്ങിയപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒച്ചിൻ്റെ ഓർമ്മയിൽ അവൾ ഭക്ഷണപ്പൊതി തിരികെ വെച്ചു. അടുക്കളയിൽ വെള്ളമില്ലായ്മയുടെ രൂക്ഷത കാണാനുണ്ട്. ഒരു ഗ്ലാസ്സിൽ കൂടുതൽ എടുക്കരുതെന്നാണ് സാറയുടെ ഓർഡർ. അടുക്കളയിൽ വെറുതെ തപ്പിത്തടഞ്ഞു നിന്നപ്പോൾ മുറ്റത്ത് ആരുടെ ശബ്ദം കേട്ടു അവൾ ഇറങ്ങിച്ചെന്നു. അയൽവീടുകളിലെ സുമയും ലീലയുമാണ്. വെള്ളമില്ലായ്മയുടെ ആവലാതികൾ ഉണങ്ങിയ കരിയിലകൾ പോലെ മുറ്റത്ത് ചിതറി വീണു. കുടിവെള്ള സമരത്തിന് പൗരസമിതി രൂപീകരിച്ചതും സമരത്തിൻ്റെ ആവശ്യകതയും ഒക്കെ അവിടെ നിറഞ്ഞു നിന്നു. ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ പടിഞ്ഞാറുള്ള തോട്ടിൽ പോയി അലക്കി കുളിക്കേണ്ടി വന്നുവെന്ന് സുമയാണ് പറഞ്ഞത്. ആ നാട്ടുകാരെല്ലാം ആ തോട്ടിലേക്കാണ് വേസ്റ്റ് മുഴുവൻ ഇടുന്നത്. എങ്ങനെ കുളിക്കാൻ തോന്നി? ലീല ചോദിച്ചു. അലക്കാതെയും കുളിക്കാതെയും പിന്നെ എത്ര ദിവസം ഇരിക്കും?
സദസ്സ് ഒരു വേള നിശബ്ദമായി. കേപ്പ് ടൗണിലൊക്കെ എങ്ങനെയാണെന്നറിയാമോ? മുടിവാരി ഉച്ചിയിൽ കെട്ടി ഹന്ന മൂവരോടുമായി പറഞ്ഞു. അതൊരു ആഫ്രിക്കൻ രാജ്യമാണ്. 2 മിനിറ്റിൽ കൂടുതൽ ഷവറിന് കീഴിൽ നിൽക്കാൻ പാടില്ല. വെള്ളം പാഴാക്കിയെന്നും പറഞ്ഞ് കേസ് വരും. ഗവൺമെൻറ് പറയുന്ന അളവിൽ മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു വേള സമയം നോക്കി ആ ഷവറിന് കീഴിൽ നിൽക്കുന്നത് തങ്ങളാണെന്നും എണ്ണയും പഞ്ചസാരയും പാലും ഒപ്പം കുടിവെള്ളവും മേടിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ തങ്ങളുമുണ്ടെന്നും അവർക്ക് തോന്നി. ഒരു ദീർഘനിശ്വാസത്തോടെ സാറ പറഞ്ഞു, അധികകാലം കഴിയും മുൻപേ ഇവിടെയും ഇങ്ങനെയൊക്കെ ആകും. എന്നാലേ മനുഷ്യൻ പഠിക്കൂ. അതിനപ്പുറത്തു നിന്നും അപ്പോൾ ഒരു ചോദ്യമുണ്ടായി. ഇന്നും വെള്ളം വന്നില്ല അല്ലേ? ചോദ്യത്തിനൊപ്പം ആളെയും ഇപ്പോൾ കാണാം. രമ, വെള്ളമില്ലാതെ നിങ്ങളെ എങ്ങനെ കഴിച്ചു കൂട്ടുന്നു മനുഷ്യരെ? ചാകാൻ പറ്റുമോ രമേ വെള്ളമില്ലെന്ന് പറഞ്ഞ്? അല്പം ഇഷ്ടക്കേടോടെ സാറ പറഞ്ഞു. ഇവിടെ വന്ന് വെള്ളം കോരിക്കോ, പക്ഷേ 5 മണിക്ക് മുൻപേ കോരണമെന്ന് മാത്രം. സന്ധ്യയ്ക്ക് വെള്ളം കോരിയാൽ വീട്ടുകാർക്ക് ദോഷമാണ്. അതാ. ഇതിലും ഭേദം ആ വേസ്റ്റ് കൂടി പോയി മുങ്ങി കുളിക്കുന്നതാണ്. ഈ നാട്ടുകാർ മുഴുവനും വെള്ളത്തിന് വേണ്ടി പരക്കം പായുമ്പോൾ ഈ അന്ധവിശ്വാസം കെട്ടിപ്പിടിച്ചിരിക്കാൻ എങ്ങനെ തോന്നുന്നു രമേ? സാറ ഉറക്കെ ചോദിച്ചു. അതിനുത്തരമുണ്ടായതുമില്ല. അന്നു വൈകുന്നേരം ലീല മുൻപ് പറഞ്ഞ തോടന്വേഷിച്ച് ഹന്ന പോയി. വെള്ളം ആവശ്യമാണല്ലോ. പക്ഷെ ഒഴുക്കില്ലാതെ തടഞ്ഞു നിൽക്കുന്ന വേസ്റ്റ് കണ്ടു ഹന്നയുടെ മനസ്സ് ചത്തു. തൊട്ടപ്പുറത്ത് കനാൽ ഒഴുകുന്നുണ്ട്. ഒഴുക്കുവെള്ളത്തിൽ അഴുക്കില്ലല്ലോ, അവൾ ഓർത്തു. ചെറിയ ക്ലാസ്സുകൾ തൊട്ടു സ്കൂളുകളിൽ ജലസംരക്ഷണത്തിന്റെ ആവശ്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ചുറ്റോട് ചുറ്റും വെള്ളമുണ്ടായിട്ടും കുടിക്കാൻ മാത്രം വെള്ളമില്ലാത്ത മനുഷ്യരുടെ ഗതികേടിനെക്കുറിച്ച് പാഠപുസ്തകങ്ങൾ വിളിച്ചു പറയുന്നു. വയലുകൾ നികത്തിയും കുന്നിടിച്ചു നിരത്തിയും പണിത കെട്ടിടങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് വേസ്റ്റ് അടുത്ത കുളത്തിലോ പറമ്പിലോ വലിച്ചെറിഞ്ഞുകൊണ്ട് ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നു. ഹന്ന ചുറ്റുമുള്ള മരങ്ങളിലേക്കും ആകാശത്തേക്കും നോക്കി. ONVയുടെ കവിത ഓർമ്മ വരുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കർത്ത വിഷപുഷ്പമിടർന്നതിൻ നിഴലിൽ നിന്നാളെ മരവിക്കെ ഉയരറ്റ നിൻ മുഖത്തശ്രു ബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കില്ല ആരുമീ ഞാനും ഇത് നിനക്കായി കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അവളുടെ ഹൃദയം വിദൂരമല്ലാത്തൊരു കാല ആശങ്കകളാൽ നിറഞ്ഞു. പൈപ്പ് വെള്ളം പിറ്റെന്നാണ് വന്നത്. വീപ്പകളും പാത്രങ്ങളും നിറഞ്ഞു. വെള്ളമെന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന തിരിച്ചറിവ്. രാത്രി 10 മണിയോടെ പപ്പയും അമ്മയും എവിടെ പോയി വരുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. അമ്മ എവിടെ പോയതാണ്? വേസ്റ്റ് കളയാൻ. എവിടെ? ആ തോട്ടിൽ. ഹന്ന ഒരു നിമിഷം മിണ്ടാതെ നിന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി വെള്ളമില്ലാതെ നമ്മൾ ആ തോട്ടിൽ പോയില്ലേ? ആ അഴുക്കുവെള്ളത്തിൽ ലീലച്ചേച്ചി കുളിച്ചു വന്നില്ലേ? നമ്മുടെ വീട്ടിൽ നിന്നുമല്ലേ അമ്മേ മാറ്റങ്ങൾ വേണ്ടത്? പിന്നെ ഈ വേസ്റ്റ് എല്ലാം എവിടെ കൊണ്ടിടും? അതുകൂടി നീ പറയ. നിനക്ക് വലിയ പഠിപ്പും വിവരമാണല്ലോ. മേശപ്പുറത്ത് കുടിവെള്ള സമരത്തിനായി എഴുതിയുണ്ടാക്കിയ പ്ലക്കാർഡിൽ അവൾ ഒന്നുകൂടി എഴുതി ചേർത്തു. വെള്ളം വേണം. വെള്ളത്തിന് തോടുകളും കുളങ്ങളും വേണം. തോടുകളും കുളങ്ങളും വൃത്തിയുള്ളതാവണം. വൃത്തിയുള്ള ജലാശയങ്ങൾ വേണം. അതിനായി ഞങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യം തടയാൻ നിങ്ങൾ എന്തു നടപടിയെടുത്തു? തുടർന്ന് ബഗുലിനെ ഞാൻ കാണുന്നത് അവരുടെ 47-ാം വയസ്സിലാണ്. ഒരു വൃദ്ധയുടെ രൂപഭാവങ്ങളോടെ റങ്കൂൺ കീപ്പർ പടർന്ന മുറ്റത്തിനരികെ നിന്ന് വെയിൽ വാടിയ പൂ പോലുള്ളൊരു ചിരി അവരെനിക്ക് സമ്മാനിച്ചു. ബഗുലിനെ പരിചയമുണ്ടായിരുന്ന സുഹൃത്ത് മേധിക എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചെവിയിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അവരൊരു മോശം സ്ത്രീയാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നീ മേബിളിനെ അറിയില്ലേ? അവളുടെ അച്ഛനെ ഈ സ്ത്രീ പാട്ടിലാക്കി. പാവം മേബിളിൻ്റെ അമ്മ. ഇപ്പോഴും? ഞാൻ വിശ്വാസം വരാതെ മേധികയുടെ നീണ്ടു കറുത്തിളകുന്ന മുടിയിലേക്കും ചുവപ്പ് രാശി കളർന്ന കണ്ണുകളിലേക്കും നോക്കി ചോദിച്ചു. പരിഹാസത്തോടെ ബഗുലിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മേധിക പറഞ്ഞു, മേബിൾ വലുതായാൽ പിന്നെ അവളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലെന്ന് തോന്നുന്നു. അതൊരു പക്ഷെ സത്യമായിരിക്കാം. ബഗുൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയൊരു സ്ത്രീയായിരുന്നു. 2 മക്കൾ. ഇടുങ്ങിയ നടപ്പുവഴിയുടെ അങ്ങേയറ്റത്തെ വെളുത്ത ചായമടിച്ച വീട്ടിൽ അവരും മക്കളും ജീവിച്ചു പോന്നു. ദാരിദ്ര്യത്തിൽ മുങ്ങി താണുപോയൊരു നാളിലാവണം ആ മനുഷ്യൻ ഇടുങ്ങിയ നടപ്പുവഴി പിന്നിട്ട് ആ വരാന്തയിൽ ചെന്നു കയറിയത്. ബഗുലിന്റെ മക്കൾക്ക് പൊടുന്നനെ എന്ന വണ്ണം നല്ല ഉടുപ്പുകളും കഴിക്കാൻ നല്ല ഭക്ഷണവുമുണ്ടായി. സന്ധ്യാനേരങ്ങളിൽ നനഞ്ഞ മുടി വിതിർത്തിയിട്ട് അലക്കി വെളുപ്പിച്ച വസ്ത്രങ്ങളിലിട്ട് വരാന്തയിൽ കാമുകനെ കാത്തു നിൽക്കുന്ന ബഗുൽ ഒരു നിത്യകാഴ്ചയായിരുന്നു. ബഗുലിന്റെ അടുപ്പിൽ സന്തോഷം തിളച്ചു പൊങ്ങിയപ്പോൾ മറ്റൊരു വീട്ടിൽ ഇല്ലായ്മയുടെ വർദ്ധിക്കാലം തുടങ്ങി. കണ്ണീരും ശാപവുമെല്ലാം ബഗുലിന് മീതെ വന്നു വീണു. അവർ മോശം സ്ത്രീയും ദുർനടപ്പുകാരിയുമായി. അവരെ ഒരാഘോഷങ്ങൾക്കും മറ്റുള്ളവർ വിളിച്ചില്ല. ഇടുങ്ങിയ നടപ്പുവഴിയുടെ അറ്റത്തെ വീട്ടിൽ അവർ എന്നിട്ടും കാമുകനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു. അവർ പുതിയ പുതിയ സാരികൾ ഉടുത്തു. മഞ്ഞൾ തേച്ച് കുളിച്ചു.
സുഗന്ധദ്രവ്യങ്ങൾ പൂശി അടുക്കളയിൽ രുചികരമായ ഭക്ഷണം പാകം ചെയ്തു. ജലത്തിനു കുറുകെ വരച്ച വരയെന്നതുപോലെ ആ കാത്തിരിപ്പുകളെല്ലാം വിഫലമായി. അയാൾ ഇനി വരില്ലെന്ന് തിരിച്ചറിഞ്ഞ അന്നു മുതൽ ബഗുലൊരു പടുവൃദ്ധയായി തീർന്നു. വിവാഹശേഷം ഭർത്താവും ഒരുമിച്ച് അമ്മയോടൊപ്പം വന്നു പാർക്കാൻ ബഗുലിന്റെ പെൺമക്കൾ താല്പര്യം കാണിച്ചതുമില്ല. ബഗുലിന്റെ ജീവിതം അതോടെ ഏകാന്തമായി തീർന്നു. വർദ്ധിക്കാലത്തിന് ശേഷം ഒരു വീട്ടിൽ നല്ല ഭർത്താവിന്റെ അച്ഛന്റെ മുത്തശ്ശന്റെ ചിരിയലുകൾ ഉയർന്നു. ഇരുട്ടുമൂടിയ മറ്റൊരു വീട്ടിൽ നല്ല ഭാര്യയല്ലാത്തവളുടെ, അമ്മയല്ലാത്തവളുടെ, മുത്തശ്ശിയല്ലാത്തവളുടെ തേങ്ങലുകൾ അമർന്നു. മേദികയുടെ ഒപ്പം നടന്നു പോകുമ്പോൾ ഞാൻ വെറുതെ ബഗുലിനെ തിരിഞ്ഞു നോക്കി. വാടി തളർന്ന ഒരു പൂങ്കുല പോലെ അവരാ വെയിലത്ത് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ശ്രീ സുകുമാർ അരീക്കുഴ അവതരിപ്പിച്ച കാപ്സ്യൂൾ കവിതകൾ, നീതു പോൾസൺ അവതരിപ്പിച്ച കഥകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.